ഹായ്, വെൽക്കം ബാക്ക് ടു ഹെക്സ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയൊരു ജാങ്കോ സീരീസ് ആണ്. ഈ ഒരു സീരീസിൽ നമ്മളൊരു ഇ കൊമേഴ്സ് പ്രൊജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൈത്തൺ ജാങ്കോ ഇതുവരെ നോക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ ട്യൂട്ടോറിയൽസ് ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളൊരു പ്രൊജക്ട് ജാങ്കോ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു എൻവയോൺമെന്റ് അതിന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് മറ്റു പ്രൊജക്ടിനെ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതായത് ഇപ്പോൾ ഈ ഒരു ഇ കൊമേഴ്സ് പ്രൊജക്ടിന് തന്നെ എനിക്ക് കുറച്ച് ലൈബ്രറീസ് ആവശ്യമുണ്ട്, അതിനെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും. അത് ഓൾറെഡി എൻ്റെ പ്രീവിയസ് പ്രൊജക്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ഈ ഓൾഡർ വെർഷനെ, ലൈബ്രറിയുടെ ഓൾഡർ വെർഷനെ ഓവർ റൈറ്റ് ചെയ്യും, സിസ്റ്റത്തിൽ ഓവർ റൈറ്റ് ചെയ്യും. അപ്പോൾ പ്രീവിയസ് പ്രൊജക്റ്റിനെ അത് അഫക്ട് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻവയോൺമെന്റ്. ഈ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ്, വെർച്വൽ സ്പേസ്, ആ ഒരു സ്പേസിലേക്കായിരിക്കും നമ്മൾ ലൈബ്രറീസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഈ ഒരു ഫോൾഡറിലാണ് എൻ്റെ എൻവയോൺമെന്റ് പ്രൊജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഇവിടെ പാത്തിൽ വന്നിട്ട് CMD എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് എനിക്ക് ഈ ഒരു ഫോൾഡറിന്റെ പാത്തിൽ തന്നെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ട് വരാം. ഓക്കെ, കണ്ടില്ലേ, പ്രൊജക്ട് എന്ന് പറയുന്ന ആ ഒരു പാത്തിലേക്ക് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി. ഇനി py-mvenv, അതായത് വെർച്വൽ എൻവയോൺമെന്റ്, അത് കൊടുത്തതിന് ശേഷം എൻവയോൺമെന്റിന് ഒരു നെയിം കൊടുക്കുക, ഇഷ്ടമുള്ളത് കൊടുക്കുക. env ഓക്കെ, കുറച്ച് ടൈമിൽ ചിലപ്പോൾ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എടുക്കും. ഓക്കെ, എൻവയോൺമെന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ എൻവയോൺമെന്റിനെ ആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ env എന്ന് പറയുന്ന എൻവയോൺമെന്റിനകത്ത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. അതിൽ ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഫയൽ വെച്ചിട്ടാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമ്മുടെ എൻവയോൺമെന്റ് ഇവിടെ സൈഡിലെ ബ്രാക്കറ്റിൽ കാണാം. അതായത് ഇപ്പോൾ നമ്മൾ എന്തായി, എൻവയോൺമെന്റിന് അകത്ത് കയറിയിട്ടുണ്ട്. ഇനി വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ജാങ്കോനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ജാങ്കോ. ജാങ്കോ ഓക്കെ, നമ്മുടെ ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊന്ന് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പൈത്തൺ പൈത്തൺ അല്ല, ജാങ്കോ -admin സ്റ്റാർട്ട് പ്രൊജക്റ്റ്. അതിനുശേഷം പ്രൊജക്റ്റിന് ഒരു നെയിം കൊടുക്കുക. ഇ കൊമേഴ്സ് എന്ന് കൊടുക്കും. ഇനി നമ്മുടെ ഫോൾഡറിലേക്ക് വന്നാൽ ഇവിടെ കണ്ടില്ലേ, ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ഫോൾഡർ, ഒരു മാനേജ് എന്ന് പറയുന്ന ഒരു ഫയലും കാണാം. ഇതില് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഫോൾഡർ ആണ് ആക്ച്വൽ പ്രൊജക്ട് ഫോൾഡർ എന്ന് പറയുന്നത്. ഈ ഒരു ഫോൾഡർ എന്ന് പറയുന്നത്, ഇവിടെ ഉള്ള ഒരു ഫോൾഡർ, ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഫോൾഡർ ഒരു ബേസ് ഡയറക്ടറി അല്ലെങ്കിൽ ഒരു റൂട്ട് ഫോൾഡർ ആണ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് ഫോൾഡർ ഒക്കെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാങ്കോ തന്നെ തരുന്ന ഒരു ബേസ് ഫോൾഡർ ആണ്, അല്ലെങ്കിൽ ബേസ് ഡയറക്ടറി ആണ് നമുക്ക് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ.
അത് നമ്മുടെ പ്രൊജക്ടിന്റെ നെയിം തന്നെ ആയിരിക്കും ബേസ് ഡയറക്ടറിക്ക് ഉള്ളത്. ഓക്കെ. പിന്നെ മാനേജ് എന്ന് പറയുന്ന ഒരു ഫയൽ നമുക്കുണ്ട്. അതായത് നമ്മുടെ പ്രൊജക്റ്റും ടെർമിനലും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാനേജ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിനെ സെർവറിലേക്ക് റൺ ചെയ്യണം, അഡ്മിനെ ക്രിയേറ്റ് ചെയ്യണം, പിന്നെ ഡേറ്റാബേസിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ മാനേജ് എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ. നമുക്കപ്പോൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നമ്മുടെ പ്രൊജക്റ്റിനെ ഒന്ന് സെർവറിൽ റൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മാനേജ് എന്ന് പറയുന്ന ഫയൽ ഉള്ള പാർട്ടിലേക്ക് വരണം. ഇപ്പൊ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്കാണ് ഉള്ളത്. നമുക്ക് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന പാർട്ടിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് cd സ്പേസ് ഇ കൊമേഴ്സ്. ഇപ്പൊ നമ്മൾ എന്തായി ഈ ഒരു പാർട്ടിലേക്ക് വന്നു. ഇനി നമുക്ക് പൈത്തൺ manage.py സെർവർ കണ്ടില്ലേ? മാനേജ് എന്ന് പറയുന്ന ഫയലിന്റെ ആവശ്യമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സെർവർ റൺ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് ഇവിടെ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനെ ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിനു ശേഷം ഓക്കെ. ജാങ്കോ സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഒരു വെൽക്കം പേജ് ആണ്. ഓക്കെ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ്, നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കൽ ഹോസ്റ്റ് നമ്പറാണ്. ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഒരു എൻവയോൺമെന്റും അതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റും ക്രിയേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ.